ബ്യൂറോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നായിട്ടുള്ളതാണ് ഇപ്പം ജില്ലാ കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. ഒരു ജില്ലയുടെ മൊത്തം അധികാരിയായിട്ട് നിൽക്കുക. ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാള് അവരെ സർക്കാർ പുതിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഇടിഞ്ഞ ഫോർട്ടിന്റെ ചുമതല ഏൽപ്പിക്കുന്നത് എന്നെയാണ്. അപ്പൊ ആ ഒരു പരിവർത്തനത്തെ, ആ ഒരു യാത്രയെ എങ്ങനെ കാണുന്നതാണ്? വളരെ ആവേശകരമായിട്ടുള്ളൊരു യാത്രയാണ് എന്ന് ഞാൻ പറയൂ. കാരണം വലിയൊരു മാറ്റമായിരുന്നു. നമ്മൾ ജില്ലാ കളക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ ഇപ്പം എന്നും പൊതുജനങ്ങളെ കാണുകയും അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ വെല്ലുവിളികൾക്കും ഒക്കെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു ലോകത്താണ് ശരിക്കും ജില്ലാ കളക്ടറായിട്ട് നമ്മൾ സേവനം അനുഷ്ഠിക്കുമ്പോൾ മൊത്തം. അപ്പോൾ അവിടെ നിന്നും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ള ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ഞാൻ ചെയ്ത കാര്യം ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു. കാരണം വിഴിഞ്ഞം ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹികമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും വലുത്. ശരിക്കും ആർബിട്രേഷൻ ഉൾപ്പെടെ എല്ലാം ഇപ്പോൾ നിലയ്ക്കും എന്നുള്ള ഒരു നിലയിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിയമപരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല മുഖങ്ങളിൽ പല നിറങ്ങളിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞു നിന്ന ഒരു സമയത്താണ് എത്തിച്ചേർന്നത്. അപ്പോൾ എന്താണ് ഇത് എന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കർത്തവ്യം എന്ന് പറയുക. പ്രതിസന്ധികളെ പഠിക്കുകയല്ല ചെയ്തത്. ഈ പറഞ്ഞതുപോലെ തുറമുഖം എന്നാൽ എന്താണ്, ട്രാൻസ്ഷിപ്മെന്റ് എന്നാൽ എന്താണ്, ഓഷനോഗ്രഫി എന്നാൽ എന്താണ്. ഞാൻ ശരിക്കും ആദ്യം വാങ്ങിച്ച പുസ്തകം എന്ന് പറയുന്നത് ഏൻഷ്യൻ പോർട്സ് ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. ചരിത്രമാണ് ഞാൻ ആദ്യം പഠിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ താങ്കളിപ്പോൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് എന്തുകൊണ്ടാണ് ഒരു വികസന സ്വപ്നമായി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ശരിക്കും ബോധ്യമാകുന്നത് ആ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോഴാണ്. ഇപ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ തുറമുഖത്തിൻ്റെ സാധ്യത കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ ഇതൊരു തുറമുഖമാക്കണം എന്ന് ചിന്തിച്ച വ്യക്തികളുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് ഈ ഇടത്തിന് വേണ്ടി പടവെട്ടി പൊരുതിയവരുണ്ടായിരുന്നു. ചോളാസും ചേരാസും ഒക്കെ വന്ന് ഇവിടെ വന്ന് ഏറ്റവും വലിയൊരു ബാറ്റിൽ ഗ്രൗണ്ടായിരുന്നു അവർക്ക് ഇത്. അപ്പം അത്തരത്തിലുള്ള ആ ഒരു ഇടത്തിൻ്റെ മേന്മ എന്നുള്ളത് ശരിക്കും നമ്മുടെ ഈ സിരകളിൽ കയറുന്നത് ഇതൊക്കെ വായിച്ച് അറിയുമ്പോഴാണ്. ശരി, അപ്പം അത്രയും വലിയൊരു ഒരു 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 ജനതയുടെ ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുമ്പോഴാണ് ശരിക്കും അപ്പം നമ്മുടെ തലമുറയ്ക്ക് അത് സാക്ഷാത്കരിക്കാനുള്ളൊരു അവസരം എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജർ ദാൻ ലൈഫ് സഡൻലി. ഇറ്റ്സ് നോട്ട് എ മിയർ ടാസ്ക്. അതിനേക്കാളും വലിയൊരു സംഭവമായിട്ട് അത് മാറും നമ്മൾ ഇതൊക്കെ അറിയുമ്പോഴത്തേക്ക്. നമുക്കിപ്പോൾ ഒരു സിനിമ കാണുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ശരിക്കും ഈ ചരിത്രം വായിച്ച് കഴിയുമ്പോഴത്തേക്ക്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. ചെയ്തു വരുമ്പോ അതെ. അപ്പൊ അത് റിയൽ ലൈഫിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു സൗഭാഗ്യമാണ് ശരിക്കും. അതിനുള്ളൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ഞാനെന്നും അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പറയുന്ന ഓരോ പ്രതിസന്ധിയും എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമ്മൾ കാര്യങ്ങൾ പഠിച്ചാലും കൃത്യസമയത്ത് അതിൻ്റെ സധൈര്യം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണല്ലോ ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു പാത എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് മുഖ്യമന്ത്രി എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നത്, ഈ വരുന്ന പ്രശ്നങ്ങൾ, ഇന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ ഒന്നിനെയും ഒഴിവാക്കി പോകരുത്. എല്ലാവരെയും കേൾക്കണം, ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും എന്താണെന്ന് പഠിക്കണം, അത് അഭിമുഖീകരിക്കണം, അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. രണ്ട് രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കും. ഒന്ന്, അതിനെ തള്ളി നീക്കിയിട്ട് നമ്മളങ്ങ് മുന്നോട്ട് പോവുക. പക്ഷെ അങ്ങനെ പോയാൽ ഇത് പുറകെ വന്ന് തിരിച്ചു കുത്തും നമ്മളെ. അപ്പം അങ്ങനെ കുത്തുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ യാത്രയെ വീണ്ടും തടസ്സപ്പെടുത്തും. അപ്പം അങ്ങനെ ഒന്നും ഒഴിവാക്കി നീക്കി വെച്ചിട്ട് അങ്ങ് പോകണ്ട.
എല്ലാം ഫേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് തന്ന ഒരു നിർദ്ദേശം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇന്ത്യ പോർട്ടിന്റെ കാര്യത്തില് ഒരു പിണറായി വിജയന്റെ ഒരു സ്റ്റൈൽ നമ്മൾ ഈ പ്രതിസന്ധികളെ തരണം ചെയ്തതും പാർട്ടി സെക്രട്ടറിയുടെ സമയത്ത് ആയതിനു ശേഷം ഈ പ്രതിസന്ധികളെ തരണം ചെയ്തൊരു അതൊരു സ്കില്ലാണ്. പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന സ്കില്ലാണ്. ആ സ്കില്ല് ഏറ്റവും കൂടുതൽ പകർന്നു കിട്ടിയ സർക്കാർ ജീവനക്കാർ പറയാനായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഇത് യാഥാർത്ഥ്യമാകട്ടെ, നമ്മൾ എന്തോ ഒരു സമരങ്ങൾ, പ്രശ്നങ്ങള്, പ്രതിസന്ധികൾ, കേസുകൾ, വഴക്കുകള് ഇതിനിടയ്ക്കിടുന്നത് സാധ്യമാക്കുന്നത് ശരി. അതാണ് ഇത് നടന്നത്. സിനിമയെ വരുന്നതല്ലേ, നമ്മൾ ചരിത്ര പുസ്തകം വായിച്ചു, പക്ഷെ നമ്മൾ അതിനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്ന ഒരു പിണറായി വിജയൻ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അങ്ങനെ ശരിക്കും ഒരു നല്ല സ്വാധീന ശക്തിയായിട്ട് അദ്ദേഹം ഉണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പരിപൂർണമായിട്ടും നെഞ്ചിലേറ്റി പാലിച്ചിട്ടുണ്ട്, അത്രയും എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞതായിരിക്കും. പ്രതിസന്ധികളെ മുഖാമുഖം നോക്കുക, പരിഹരിക്കുക, മുന്നോട്ട് പോവുക. ഒന്നിനെയും ഒഴിവാക്കി ഒന്നിനെയും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകരുത്. സ്വയം കബളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ആർബിട്രേഷൻ നമ്മൾ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി, സാമ്പത്തികമായിട്ട് നബാർഡിൽ നിന്നും നമ്മൾ ലോൺ എടുത്തു, ആ പ്രതിസന്ധി പരിഹരിച്ചു. അപ്പോൾ നിയമപ്രശ്നം കഴിഞ്ഞു, സാമ്പത്തിക പ്രശ്നം കഴിഞ്ഞു, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് കൃത്യമായിട്ടും പഠിച്ചു. NGTയുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഓരോ അവരുടെ നിർദ്ദേശവും നമ്മൾ പാലിച്ചു. ഓരോ 6 മാസവും NGTയുടെ ടീമുമായിട്ടുള്ള ഇൻസ്പെക്ഷൻ ഉൾപ്പെടെ എല്ലാം നമ്മൾ നടത്തി. അതിനെന്തൊക്കെയാണ് പ്രതിവിധികൾ, എന്തെങ്കിലും അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് നിർവഹിച്ചു പോകുന്നു. സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ, തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണോ എല്ലാം തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇപ്പം തുറമുഖം നമ്മൾ നിർമ്മിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ കഴിഞ്ഞു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നും ഇപ്പോൾ അതിനെ സംബന്ധിച്ചൊരു യോഗം ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പേയും. അപ്പോൾ നമ്മൾ വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നതിനായിട്ട് നമുക്ക് ആരുടെയും സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെയും മാറ്റി പാർപ്പിക്കേണ്ടി വരികയോ സ്ഥലം നഷ്ടമാവുകയോ ചെയ്തിട്ടില്ല. നമ്മൾ കടലിൽ നിന്നും വീണ്ടെടുത്ത സ്ഥലമാണിത്. പക്ഷേ ജീവനോപാധി നഷ്ടപ്പെട്ട കുറേയധികം വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ജീവനോപാധി നഷ്ടപരിഹാരം നമ്മൾ നൽകി. ഏകദേശം 120 കോടി രൂപയോളം ജീവനോപാധി നഷ്ടപരിഹാരം വിഴിഞ്ഞത്തുള്ള ജനങ്ങൾക്ക് മാത്രം വേണ്ടിയിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഓരോ ചെറിയ ചെറിയ കാര്യവും, ഇപ്പോൾ ഇവിടുത്തെ സ്കൂളുകളുടെ കാര്യം, ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം, സ്കൂളുകൾ നമ്മുടെ ഇവിടുത്തെ വിഴിഞ്ഞം ഹാർബർ LP സ്കൂൾ UP ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂംസായി. മറ്റൊരു സ്കൂളിന് പുതിയൊരു ഡിവിഷൻ വേണമെന്ന് പറഞ്ഞു, അത് നൽകി. അതുപോലെ കളിസ്ഥലങ്ങൾ, ആശുപത്രികൾ, അത്തരത്തിൽ പൊതുവായി ജനജീവിതത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ഒരു വശത്ത് അത് കൃത്യമായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഓരോ മേഖലയിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പരിഹരിച്ച്, അതിനെ അഭിമുഖീകരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. അവസാനിക്കുന്നതല്ല, ഇതിന് ചുറ്റുമുള്ള ജനങ്ങളെ കൂടെ നമ്മൾ പരിഗണിച്ച്, അല്ലെങ്കിൽ അവരുടെ വ്യവസ്ഥയെ സംരക്ഷിച്ചും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് സ്കൂള് UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യുക, അവിടെ സ്മാർട്ട് ക്ലാസ് റൂം പണിയുക എന്ന് പറയുന്നത് സ്വപ്നം പോലും കണ്ടാൽ മുന്നോട്ട് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ശരിക്കും ഇവിടെ നമ്മൾ ഓരോ ചടങ്ങ് ഇപ്പോൾ ഇവിടെ വരുമ്പോഴും ഇവിടെ വരുന്ന ആളുകളുടെ ഓഡിയൻസിൻ്റെ പ്രൊഫൈല് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകും. വിഴിഞ്ഞത്തെ ജനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതും ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. അവരുടെ സാന്നിധ്യം, അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും അനുഗ്രഹവും ഒക്കെ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് ഇന്ന്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിനേക്കാളും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നുള്ള ഒരു മാറ്റം വരുത്തുക എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ വലിയൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അത്തരത്തിൽ അവരുടെയൊക്കെ ഒരു സ്നേഹവും പ്രതീക്ഷയും ഇത് രണ്ടുമുണ്ട്. അപ്പം ഇവിടെ ഇപ്പം പല അമ്മമാരെയും ഞാൻ കാണുമ്പോഴത്തേക്കും അവരെന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഒരു പുരുഷായുസ്സിൽ വളരെയധികം
പ്രയാസപ്പെട്ട് ക്ലേശകരമായി സ്വന്തം ജീവൻ പണയം വെച്ച് കടലിൽ പോയി തിരിച്ചു വന്നാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിലെ ആണുങ്ങളായാലും അവരായാലും. ഇനി അവരുടെ മക്കളുടെ ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വിഭിന്നമായി കടലോളം സാധ്യതകളാണ് അവർക്ക് വളരാനുള്ളത്. ജീവൻ പണയം വെച്ച് കടലിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളത് മാത്രമല്ലാതെ കടലോളം സാധ്യതകൾ അവരുടെ മക്കൾക്കുണ്ട് ജീവിതത്തിൽ ഉയരുവാനായിട്ട് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതം ഇനി എൻ്റെ ജീവിതത്തെക്കാളും മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അവരുടെ മനസ്സിലുണ്ട്. എൻ്റെ മകളുടെ ജീവിതം ഞാൻ ജീവിച്ച ജീവിതത്തെക്കാളും മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അവരുടെ മനസ്സിലുണ്ട്. ആ ഒരു ബോധ്യം കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വികസനം എന്നുള്ളത്. ശരിക്കും എനിക്ക് വേറെ പെർസ്പെക്റ്റീവ് പെട്ടെന്ന് തോന്നിയ ഒരു പുരുഷ ഓഫീസർ ആയിരുന്നു എങ്കിൽ ഇത്രത്തോളം സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങളെ നേരിടാൻ പറ്റുമായിരുന്നു എനിക്കൊരു സംശയം തോന്നുന്നു. കാരണം സ്ത്രീ ആയതുകൊണ്ട് ഇത് അമ്മമാരെ മനസ്സിലാക്കാൻ പറ്റുന്നു. കാരണം വീടുകളെ മനസ്സിലാക്കുക, ഇന്നത്തെ അമ്മമാരെ മനസ്സിലാക്കുക. അപ്പം അവരുടെ മുമ്പിലേക്ക് വെക്കുന്ന മുഖം എന്ന് പറയുന്നത് ദിവ്യ സയർ IPS IAS എന്ന അവർക്കത് സ്വീകാര്യമാണ്, അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. കാരണം പ്രതിസന്ധികൾ മെല്ലെ 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 അലിഞ്ഞില്ലാതായി. അതല്ലേ അനുഭവം ശരിക്കും? സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് വിഴിഞ്ഞുമായിട്ട് ഒരു പണ്ടത്തെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം സബ് കളക്ടറായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ് ഓഖി ചുഴലിക്കാറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഓഖി ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന വിഴിഞ്ഞം, പൂന്തുറ, പൂവാറ് മേഖലകളെല്ലാം, നമ്മുടെ കടലോര മേഖലകളെല്ലാം വളരെയധികം ബാധിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് വിഴിഞ്ഞത്തായാലും പൂന്തുറയായാലും ഒക്കെ ഫീൽഡിൽ ഇറങ്ങിപ്പോയി ജനങ്ങളുടെ കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതായത് അവരുടെ വളരെ പ്രിയപ്പെട്ട ആളുകളെ കടലിൽ കാണാണ്ടാവുകയും അവരെ തിരയാനായിട്ട് നമ്മൾ കോസ്റ്റ് ഗാർഡിനെയും എയർഫോഴ്സിനെയും ഒക്കെ കൊണ്ടുവന്ന് ഇറക്കി നടത്തുമ്പോഴും, അങ്ങനെ അവരുടെ കൂടെ എയർഫോഴ്സിൽ ഹെലികോപ്റ്ററിൽ പോവുകയും കോസ്റ്റ് ഗാർഡിൻ്റെ കൂടെ കപ്പലിൽ കയറി പോവുകയും തിരിച്ച് പിന്നെ അമ്മമാരുടെ കൂടെ വന്ന് തീരത്തിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും ഇപ്പം ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഞാനിത് അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാനിവിടെ വിഴിഞ്ഞത്ത് വന്ന് ജോയിൻ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പോൾ, അതായത് പ്രദേശവാസികളെയൊക്കെ കാണാനായിട്ട് അവരുടെ ഒരു ചെറിയൊരു യോഗം പോലെ വെച്ചിട്ട് ഇങ്ങനെ കാണാൻ വന്നപ്പോൾ, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു അമ്മ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, മോക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചിരിച്ചു. എനിക്ക് പെട്ടെന്ന് മുഖം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. അപ്പം എന്നിട്ട് ഞാൻ അപ്പം എന്നോട് പറഞ്ഞു, അന്ന് നമ്മുടെ മകനെ കാണാണ്ടായപ്പോഴത്തേക്കും മോളാണ് ഞങ്ങളുടെ കൂടെ അവിടെ വന്ന് ആ മഴയത്തിരുന്നത് എന്ന് പറഞ്ഞു എന്നോട്. അപ്പം എനിക്കങ്ങ് പെട്ടെന്ന് കരച്ചിലും വരുന്നു, എനിക്കങ്ങ് സന്തോഷവും വരുന്നു. അങ്ങനെ അമ്മയായിട്ട് കുറച്ചു നേരം ഞാൻ സംസാരിച്ച് നിൽക്കുകയായിരുന്നു അന്ന്. അപ്പം ആ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഇപ്പം വിഴിഞ്ഞം എൻ്റേതാണ് എന്ന് എൻ്റെ ഉള്ളിൽ തറച്ചൊരു നിമിഷം അതായിരുന്നു സത്യം പറഞ്ഞാൽ. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പിന്നെ സെൻറ്റിമെൻ്റലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ട്രോൾ ചെയ്യുമായിരിക്കും. അത് പ്രശ്നമല്ല. പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നുള്ളത് പറഞ്ഞല്ലോ. പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇത് എൻ്റേതാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരണം. പ്രതിസന്ധിയും നമ്മുടേതാണ്, ഉത്തരവാദിത്വവും നമ്മുടേതാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിലൊരു ബോധ്യം വന്നാലേ അത് തരണം ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാവും. അത് വ്യക്തിപരമായ കാര്യങ്ങളിലാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും അങ്ങനെയാണ്. എൻ്റേതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്വം നമ്മുടെ നിലയിലെടുത്ത് വെക്കുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എൻ്റേതാണ് എന്ന് എൻ്റെ ഉള്ളിൽ തറച്ച ഒരു നിമിഷം അമ്മ ഒന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു. അവർക്ക് അത്രമാത്രം നമ്മൾ പോയി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജനങ്ങൾക്ക് അത്രമാത്രം വിലപ്പെട്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് നമുക്കത്. അന്ന് ഞാനിപ്പോൾ കുറേ ആൾക്കാർ ഇവരെ കണ്ടിട്ടുണ്ട്.
എനിക്ക് അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ദിവസവും പിന്നെ അന്ന് കുറച്ച് മഴയും ഒക്കെ പെയ്തായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ കപ്പലും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കൊടുത്ത സാരി പോലും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഒരു കടും നീല സാരിയായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ അത്തരത്തിലുള്ള ചില സംഭവങ്ങളുണ്ട്, ചില സന്ദർഭങ്ങൾ, ചില മനുഷ്യർ, അവരുടെ ചില മുഖങ്ങൾ, അവരുടെ കണ്ണീര്, അവരുടെ വാക്കുകൾ, ഇതെല്ലാം ശരിക്കും നമുക്ക് ഭയങ്കര ഒരു വലിയ ഊർജ്ജമാണ്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ശരിക്കും ഈ പറയുന്ന പാറയും കല്ലും ക്രെയിനും കണ്ടെയ്നറും കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു സ്ഥലമല്ല. ഇത് ഒരുപാട് ജനങ്ങളുടെ ഈ പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചരിത്രം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ആ ഒരു ചരിത്രപരമായിട്ടുള്ള സ്വപ്നങ്ങളുടെ, ഇവിടെയുള്ള ഒരുപാട് ജനങ്ങളുടെ സ്വപ്നങ്ങളുടെയൊക്കെ ഒരു സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഈ വരും വർഷങ്ങളിൽ ഒരു അതിശോഭനീയമായിട്ടുള്ള ഒരു ഭാവി ഇതിനുണ്ടാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഇത് നിർജീവമായിട്ടുള്ള ഒരു ഇടമല്ല. അത് ഞാൻ തുടങ്ങിയത് ദക്ഷിണേന്ത്യയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. മാഡം അത് തിരുത്തി ദക്ഷിണേഷ്യ എന്നതിലേക്ക് മാറി. ഞാൻ സ്വപ്നം കാണുന്നത് 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ നമുക്ക് ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ നമ്മളിപ്പം സിംഗപ്പൂരിൽ കാണുന്നത് പോലെയോ, അല്ലെങ്കിൽ ദുബൈയിൽ കാണുന്നത് പോലെയോ, അല്ലെങ്കിൽ ചൈനയിൽ, ഇപ്പോൾ ചൈനയിലെ റീലുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോർട്ട് അധിഷ്ഠിത വികസനം സാധ്യമാക്കിയ രാജ്യങ്ങളുടെ ആ വലിയ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ഒരു 10-15 വർഷം കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് അത് കാണാനാകുമെന്ന് ഉറച്ച പ്രതീക്ഷയാണ് എനിക്കുള്ളത്. വ്യക്തിപരമായി എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് പണ്ടുതൊട്ടേ ഉണ്ട്. അതിനൊരു തുടർച്ച ഉണ്ടാവുകയും അത് കേരളത്തിന്റെ തിരുവനന്തപുരത്തും സഞ്ചരിച്ച് കാസർഗോഡ് വരെ ഈ വികസനത്തിന്റെ ആ ലഭ്യത ഇപ്പം പലതരത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന നികുതിപ്പണം ആയിക്കോട്ടെ, അവിടെ ചെലവഴിക്കപ്പെടുന്നുണ്ട്. അവിടെ സ്കൂളിനാവട്ടെ, പാലത്തിനാവട്ടെ ചെലവഴിക്കുന്നുണ്ട്. ഇവിടുന്ന് ലഭിക്കുന്ന പണം നാളെ കേരളത്തിന്റെ നിർമ്മാണത്തിന്, പുതിയ കേരളം നിരന്തരമായി കേരളത്തെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ലഭ്യമാകുന്ന പണം ഇവിടുന്ന് ലഭ്യമാവും, അല്ലെങ്കിൽ ഇവിടുന്ന് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളുകൂടിയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ചരിത്രം നമ്മൾ പറഞ്ഞു. വരുന്ന 10 വർഷക്കാലം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ 15 വർഷക്കാലം എങ്ങനെയാണെന്നുള്ള മാസ്റ്റർ പ്ലാൻ കയ്യിലുണ്ടെന്ന് മാഡവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വികസിത രാജ്യത്തെ ഒരു നഗരം പോലെ തിരുവനന്തപുരം വളരട്ടെ, അതിന്റെ ഭാഗമായി കേരളത്തിൽ ആ വളർച്ച പ്രതിഫലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. പിന്നെ ഞാൻ മാഡത്തോട് നിർബന്ധിച്ചതാണ്, ഒരുപാട് നിർബന്ധിച്ചായിരുന്നു. അതെന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഈ ഫോൺ വെച്ച് തന്നെ മാഡത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം, മാഡത്തിന്റെ വീട്ടിൽ വരാം, അവരുടെ ഓഫീസിൽ വരാം. അങ്ങനെ ഷാഠ്യം പിടിച്ചതിൽ എന്തെങ്കിലും തോന്നില്ലെങ്കിൽ ഞാൻ ക്ഷമ പറഞ്ഞു. ആഗ്രഹം. അപ്പം ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ, ഫോറത്തിന് വേണ്ടി ചെലവഴിച്ചതിൽ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. വിഴിഞ്ഞത്തിന് വേണ്ടി ഇത്രയധികം ആശിക്കുന്ന, ഇത്രയധികം ചിന്തിക്കുന്ന, ഇത്രയധികം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സംസാരിക്കാൻ സാധിച്ചതിലും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം.